ആ നിങ്ങളൊന്ന് കണ്ടില്ലേ? ആ സൈറ്റ് തന്നെയാ. ആ അത് തന്നെ. ഞാൻ സാധനം കൊടുക്കാം. ഡാ ആ ഹോട്ടൽ പ്രൊജക്ടിൻ്റെ സ്ഥലം കണ്ടില്ലേ? അവരാ. ഓ ആ സാജന, തീർച്ചയായിട്ടും സ്കെച്ചും പ്ലാനും കൊടുത്തേക്കണം. ഓ ശരി. ഞാൻ നമ്മുടെ ടോട്ടൽ 3 months വർക്കും പ്രോഗ്രസ് നോക്കുമായിരുന്നു. ആൻഡ് ഇറ്റ്സ് റിയലി എ മിറക്കിൾ അച്ചീവ്മെന്റ്. സാജന് കിട്ടിയ പണത്തിൽ നിന്നും നമ്മൾ എടുത്തത് എത്രയാ? 50. എത്രയാ? 50. ആ വേണമെങ്കിൽ ആ 50 അടുത്ത മാസം തിരിച്ചു വയ്ക്കാം. ഞാൻ ആലോചിക്കുന്നത് തിരിച്ചാ. ബാക്കിയും കൂടി എവിടെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താലോ? ഓക്കെ, അത് വേണ്ട അത് വേണ്ട, ഞാൻ എല്ലാം കേട്ടതാ. പാറു പറഞ്ഞാൽ ശരി. ഡാ നമ്മളിപ്പോൾ 100 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ചുമ്മാ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കൂട്ടാൻ നോക്കോ? സ്പീഡ് ഒന്ന് കുറച്ച് സൂക്ഷിച്ച് ഓടിച്ചു നോക്ക്. ഇടയ്ക്ക് ബ്രേക്ക് ചവിട്ടേണ്ടി വരത്തേ ഇല്ല. തുടങ്ങി രണ്ടു കൂടി. സാജൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരി. റിസ്ക് മുഴുവൻ എടുത്തിരിക്കുന്നത് അവരാണല്ലോ. May I come in? യെസ് കം ഇൻ. Sir. ഒരു 6 ഏക്കർ പാഡി ഫീൽഡിന്റെ പാർട്ടി വന്നിരുന്നല്ലോ, അതെന്തായി? അവർ വിളിച്ചിരുന്നോ? സർ, അവരെന്നെ വിളിച്ചോണ്ടിരിക്കുക. ഞാനൊരു ലേശം വെയിറ്റിട്ട് നിൽക്കാണ് സർ. ആ ടീം അത്ര ജെനുവിൻ അല്ല. എൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്താണ് ഈ സ്ഥലം. ഞാൻ അന്വേഷിച്ചു, പിന്നെ അതിലൊരു മൈനറും. എനിക്കെന്തോ ആ ഡീല് വേണ്ടെന്നാണ് തോന്നുന്നത്. ജാനകിയുടെ ജഡ്ജ്മെന്റ് അങ്ങനെ തെറ്റാറില്ല. അങ്ങനെയാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാം അല്ലേ? ആലോചിച്ച തീരുമാനം പറഞ്ഞാൽ മതി, ഞാൻ അറിയിച്ചേക്കാം. എത്ര പെട്ടെന്നായി പെണ്ണ് റിയൽ എസ്റ്റേറ്റ് പണി പഠിച്ചത്. ജീവിതത്തിൽ വിശപ്പ് പതിവായാലേ ആരും എന്തും പഠിക്കും. അത് ജാനകിയുടെ ഒച്ചയല്ലേ? ഹലോ, നിങ്ങൾ ആരാ അങ്ങോട്ട് കടത്തി വിട്ടത്? ഇവിടത്തെ മുതലാളി സാറാണെങ്കിൽ സാറിനോട് പറയാം ഞാൻ ആരാണെന്ന്. പിന്നെ എന്നെ ഇങ്ങോട്ട് ആരും കടത്തി വിട്ടു ഒന്നുമല്ല സാറേ, ഞാൻ ഇങ്ങോട്ട് പോന്നതാ. നിങ്ങൾ ആ കുട്ടിയെ വിട്, നമുക്ക് എന്ത് കാര്യത്തിലും സംസാരിക്കാം. ഇതാരാ? സാറിന്റെ ചെങ്കിടിയ? സാറേ, എനിക്ക് പറയാനുള്ളത് ഈ പെങ്കൊച്ചിന്റെ മുമ്പ് വെച്ച് തന്നെ പറയണം. എല്ലാരും പറയുന്ന ഈ പെണ്ണിന്റെ തന്തപ്പടി വലിയ സെറ്റപ്പ് ആയിരുന്നു എന്നൊക്കെയാ. പക്ഷെ എനിക്കറിയില്ല സാറേ, ഞാൻ കാണുമ്പോ തന്തപ്പടിയില്ല, ഒരു സെറ്റപ്പും ഇല്ല. കുറെ പേരുടെ പണം വാങ്ങിയിട്ടുണ്ട് പലിശയ്ക്ക്. ഒരു 10,000 വരെ കൊടുത്തത് ലക്ഷങ്ങളായി. വലിയൊരു മുതലിന്റെ വാങ്ങി കൊടുത്ത ഇപ്പൊ മുതലുമില്ല പലിശയില്ല. ഇവിടെ വന്നൊരു സീൻ ഉണ്ടാക്കിയ പലിശയെങ്കിലും കിട്ടുമെന്ന് ആരും പറഞ്ഞതൊന്നുമല്ല, എനിക്ക് തോന്നി. ഞാനിങ്ങി വന്നു. ഞാൻ പറഞ്ഞു നോക്ക് സത്യമാണെന്ന്. കൊച്ചു അവരെ നോക്കി ഒന്ന് മൂളിയേക്ക്. ഇവര് കാശ് തരാന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പോയേക്കാം. മിസ്റ്റർ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യാ? ഈ കുട്ടി ഇവിടെ ജോയിൻ ചെയ്തിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അത് സാരമില്ല സാറേ, കുറെ മാസം ശമ്പളം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു 3 മാസത്തെ പലിശയെങ്കിലും ഇങ്ങിതാ. 75,000 രൂപ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, ഇവിടുന്ന് പോണം. വിവേക്, പോലീസിനെ വിളിക്കും. അയ്യോ അത് വേണ്ട സാറേ, പോലീസ് വന്നാൽ ഞാൻ പെട്ടുപോകും. ഞാൻ അങ്ങ് പോയേക്കാം. 2 ദിവസം സമയം കൊടുക്കുക കൊച്ചിന്. അതിനു മുമ്പ് പലിശയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. മുതൽ ഞാൻ എങ്ങനെയാലും റെഡിയാക്കിക്കോളാം. ഹോ, അങ്ങോട്ട് പോകാൻ അത്രയ്ക്ക് വിഷമാണെങ്കിൽ എൻ്റെ മോളിനി പോകണ്ട. ബാലകൃഷ്ണൻ്റെ മക്കള് നാണം കെട്ട് ഒരു ജോലിക്കും എങ്ങും പോകണ്ട. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ പിന്നെ എങ്ങോട്ട് പോകണമെന്ന് കൂടി മുത്തശ്ശൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മുത്തച്ഛ, അമ്മയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് സൈലൻസ് പറയോ? വേണ്ട, മിണ്ടുന്നില്ല, ഞാൻ പോയേക്കാം. പക്ഷെ വിശപ്പും ദാഹമൊന്നും പറഞ്ഞ് ആരും അടുക്കളയിലോട്ട് വന്നേക്കരുത്. ഹലോ. ഞാൻ തന്നെ കുറെ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ കാരണം ഓഫീസിൽ വെറുതെ ഒരു പ്രശ്നം. വെറുതെ അല്ലല്ലോ, കാശ് കൊടുക്കാനുള്ളത് തന്നെയല്ലേ. അപ്പൊ കാശ് കൊടുത്താ പ്രശ്നം തീരും. അയാൾക്ക് 2 മാസത്തെ പലിശ കൊടുത്ത് തൽക്കാലം നിർത്താം. അത് ഞാൻ തരാം. എന്താടോ ഒന്നും മിണ്ടാത്തെ? അതൊന്നും വേണ്ട മാഡം. ജാനകിക്ക് വേണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ജാനകിയെ വേണം. പിന്നെ വേണ്ടാത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ മാഡം വിളി അത് വേണ്ട. കാശ് എന്റെ കയ്യിൽ നിന്ന് തരുന്നൊന്നുമല്ല, അത് സാജൻ ഓഫീസിൽ നിന്ന് തരാൻ പറഞ്ഞതാ. ഇനി നിനക്ക് അഭിമാനത്തിന്റെ പ്രശ്നമാണെങ്കിൽ ശമ്പളത്തിൽ കുറേശ്ശെ പിടിച്ചേക്കാം. മര്യാദയ്ക്ക് രാവിലെ ഓഫീസിൽ എത്തിക്കോണം, കേട്ടല്ലോ?
ആ സാജൻ കുറച്ച് മനസാക്ഷിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ അവന്റെ പേര് പറയരുതെന്നാ പറഞ്ഞേക്കുന്നെ. അറിഞ്ഞാ കൊല്ലും. അങ്ങനെ ചാടിക്കേറി സഹായിച്ചാ അത് വേറെ അർത്ഥത്തിൽ എടുക്കുമെന്ന് അവന്റെ വിചാരം. അച്ഛാ, 25,000 രൂപ കമ്പനിന്ന് സാങ്ഷൻ ആയിട്ടുണ്ട്. 25,000 രൂപ ഞാനും കൊടുക്കാന്ന് കരുതി. അങ്ങനെയാവുമ്പോ 2 മാസത്തെ പലിശയാവുമല്ലോ. എന്ത് പറയുന്നു? ജികെയുടെ കാശ് പോയി. എന്റെ മോളുടെ മനസ്സ് എത്ര നല്ലതാണെന്ന് നോക്കി. യെസ്, എന്റെ മോളെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. യു ആർ ഗ്രേറ്റഡാ. താങ്ക് യു അച്ഛാ. സോ സ്വീറ്റ്. അച്ഛാ, ഒരു 25,000 എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കണേ. ഞാൻ എപ്പോഴേ വിചാരിച്ചതാ. ഏത് അക്കൗണ്ടിൽ ഇടുന്ന അച്ഛാ? എടേ, ആ ഇന്നോവ ഞാൻ ഒതുക്കി. 2007 മോഡല്, 1,00,000 കിലോമീറ്റർ ഓടി, 7.5 ലക്ഷം രൂപ. ഓക്കെ അല്ലേ? ഡേ, തന്ത ഒന്ന് ഇരിക്കാൻ പറയണേ ഓഫീസറെ. അച്ഛൻ എന്റെ മുമ്പിൽ ഇരിക്കണമെങ്കിൽ ഞാൻ പറയണോ? ആ, കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കി നടത്തിയാൽ മതി. അലമ്പാക്കരുത്, അത്രേ ഉള്ളൂ. ഞാൻ അലമ്പാക്കൂല, പക്ഷെ ഇവിടെ ചില അലമ്പുകളുണ്ട്. ഡേ, ആ പെണ്ണില്ലേ ജാനകി, ഞാൻ രാവിലെ നോക്കുമ്പോ അവൾ നിന്റെ ഡോറിന്റെ വെളിയിൽ നിന്ന് തൊഴുന്നു, ഈ അമ്പലത്തിലൊക്കെ തൊഴുന്ന പോലെ. ഡേ, ആ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡേ, എനിക്കറിയില്ല. ഒന്ന് ശ്രദ്ധിച്ചോണേ. നേരത്തെ പറഞ്ഞ അലമ്പ് അതുണ്ടാവാതെ. എന്താ? കയ്യിലിരിക്കുന്ന ഫയൽ ഇവിടെ വെച്ചിട്ട് പൊക്കോളൂ. ഓ, ഫയലില്ലല്ലേ? എന്നാ പിന്നെ ഇപ്പൊ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒരു ഫയലുമായിട്ട് വന്നോളൂ. താങ്ക്സ് സാർ. ഇക്കാലത്തൊരു മനുഷ്യന് ചെയ്യാത്ത സഹായ സാർ ചെയ്തത്. 50,000 രൂപ ഒരുമിച്ച് കൊടുത്തപ്പോ അവരൊന്ന് അടങ്ങി. ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ സഹായിച്ച സാർ എന്റെ ദൈവമാണ്. അയ്യോ, എനിക്കിതൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല. താനൊന്ന് പോവോ? സാർ ഞാൻ ബാക്കി പിന്നെ പറയാം. ഒന്ന് വരുമോ? എന്താ അത്യാവശ്യം? അവളില്ലേ, ആ പന്ന പാർവതി, അവള് പരിച്ച പണിയണ്ട. അവള് പറഞ്ഞിരിക്കുന്നു ജാനകിയുടെ അടുത്ത് ആ കാശ് കൊടുത്തത് ഞാനാന്ന്. നമ്മൾ അവളോട് പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ? മാത്രോ? 25,000 അല്ലേ കൊടുക്കാൻ പറഞ്ഞത്? അതെ. അവള് കയറി 50,000 കൊടുത്തിരിക്കുന്നു. 25,000 മാത്രമേ ഓഫീസിൽ നിന്ന് കൊടുത്തുള്ളൂ. അത് ഞാൻ ചോദിക്കടാ. ആ പെണ്ണിപ്പൊ വന്ന് ഞാൻ ദൈവമാണ് അതാണ് ഇതാണ് ഒരുമാതിരി പൈങ്കിളി ഡയലോഗ്. അവളെവിടെ? ആ പർവ്വതം കയ്യോടെ കിട്ടിയാലേ 2 പറയാൻ പറ്റൂ. അത് ഞാൻ പറഞ്ഞോളാം. നീ പറഞ്ഞ ഡോസ് കൂടി പോവും, പിന്നെ കരച്ചിലും പിടിച്ചിലാവും. കൂൾ ഡൗൺ മോനെ. നിന്നെ ജാനകി കയറി പ്രേമിക്കുന്ന പേടിച്ചിട്ടാണോ? പോടാ പോലെ ഒരു സൈക്യാട്രിസ്റ്റ് വന്നിരിക്കുന്നു. ഡാടാ ഡാടാ. പേടിച്ചു പോയോ? ഞാൻ കുട്ടമ്പിള്ള സാറ്. ഇത് കുട്ടമ്പിള്ള സാറിന്റെ കാറാണോ? അയ്യോ അല്ല. എന്നാ സാറൊന്ന് ഇറങ്ങി എനിക്ക് പോയായിരുന്നു. വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. മനുഷ്യനോട് വട്ട് പിടിച്ചിരിക്കുമ്പോൾ അയാളുടെ ഒരു വട്ട് പിടിച്ചിരിക്കുന്ന ആളിന്റെ വട്ടൊന്ന് മൂപ്പിക്കുക എന്റെ ഒരു വിനോദമാണ്. ഞാനൊന്ന് വിനോദിക്കട്ടെ. വിവേക്, സണ്ണി, അച്ഛാ. ഓ, സണ്ണി അച്ഛൻ ഈ പള്ളിയിലെ വികാരിയാണോ? എന്താണ് മക്കളെ? എന്റെ കാറിൽ ഒരു വിചിത്ര ജീവി, ഒന്ന് പിടിച്ചിറക്ക്. എവിടെ? പിടിച്ചിറക്കിയൊന്നും വേണ്ട. ബാറ്ററിക്ക് ഇപ്പോഴും നല്ല ചാർജ് ഉണ്ട്. പഴയ ബാറ്ററി അല്ലേ മക്കളെ? ഇനി ചാർജ് കുറഞ്ഞാൽ അപ്പൊ പുതിയ ബാറ്ററി എടുത്തിടും. നിങ്ങളാരാ അത് പറയാം ആദ്യം. വെപ്രാളം കണ്ടിട്ട് സാജന്റെ അച്ഛനാണെന്ന് തോന്നുന്നു. വാസൂട്ടി എന്നാണ് പേരെങ്കിൽ അത് നന്നായിട്ട് ചേരും. എന്നാല് പേരിനും രൂപത്തിനും ചേരാത്ത ചില സ്വഭാവങ്ങൾ കൂടെ കയ്യിലുണ്ട്. അത് കാണിക്കണ്ടെങ്കിൽ വന്ന കാര്യം പറ. ഞാനൊരു ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുക, പുത്തൻ പണക്കാരുടെ. ആ ലിസ്റ്റിൽ ഏറ്റവും മുമ്പില് വാസൂട്ടിയേട്ടൻ്റെ മകൻ സാധന. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഒരു കുറ്റാന്വേഷണം നടത്തിയിട്ട് പോകാമെന്ന് കരുതി. പക്ഷേ നിങ്ങൾ ആരും സഹകരിക്കുന്നില്ല. എന്നാ ഞാൻ വിട്ടോട്ടെ. ബാറ്ററി വീക്കായില്ലെങ്കിൽ വീണ്ടും വരാം. അല്ല, വരേണ്ടി വരും, കാണേണ്ടിയും വരും.
ഞാനും പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളതാ. ഇവിടെ നടേ ഈ പണം വല്ല കള്ളനോട്ടടിയാൻ പറ്റാണോ?